സെമിനാർ നടത്തിയപ്പോൾ ഗസാലി ഇമാമിൻ്റെ പേരിൽ കള്ളത്തരം പറഞ്ഞ ഈ മുസ്ലിയാർ ഒരു കാര്യം സമ്മതിച്ചു. എന്താ? ഓക്കെ ഉസ്താദിൻ്റെ ഷെയ്ഖ് ആത്മീയ ഗുരു മൂപ്പരനെ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സരണിയിലൂടെ മാത്രമായിരുന്നു മഹാനവറുകളുടെ സഞ്ചാരം. അതിന് ഒരുപാട് ഗുരുനാഥന്മാരിൽ നിന്ന് പല ദിക്റുകളുടെയും ത്വരീഖത്തുകളുടെയും ഹിജാസത്ത് മഹാനവറുകൾ സ്വീകരിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഉസ്താദുമാരിൽപ്പെട്ട ഒരാളാണ് കാപ്പാട് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. ആ മഹാനായ പണ്ഡിതന്റെ ഗുരുവര്യരാണ് അറക്കൽ കുഞ്ഞിമരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന സ്വാത്വികനായ ഒരു സൂഫി. ബഹുമാനപ്പെട്ടവർ ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയായിരുന്നു. ആ ഉസ്താദിന്റെ ഉസ്താദിൽ നിന്ന് പലപ്പോഴും മഹാനവറുകൾ പല ഇജാസത്തും വാങ്ങി ത്വരീഖത്തും ചോദിച്ചിരുന്നു അത്രേ. പക്ഷേ ശൈഖുന പറയുന്നത് ഇജാസത്തുകൾ പലതും തന്നെങ്കിലും ത്വരീഖത്ത് പെട്ടെന്ന് തന്നില്ല. അതെന്താ തരാത്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, നിങ്ങൾ സാഹിദാകണം, പ്രപഞ്ചത്യാഗിയാവണം, ദുന്യാവിനെ കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായും ഒഴിവാക്കണം, പണം കൈകൊണ്ട് തൊടരുത്. കടുത്ത നിബന്ധനയാണ് ത്വരീഖത്ത് തരാൻ വേണ്ടി ഉസ്താദിന്റെ മുമ്പിൽ വെക്കുന്നത്. ഉസ്താദിന് ത്വരീഖത്ത് പിന്നെ കൊടുക്കുകയാണ്. നമ്മൾ വളരെ കൃത്യമായ ഒരു ചരിത്രമാണ്. അയാൾ അറിയാതെ പറഞ്ഞു പോയതോ എന്ന് എനിക്കറിയില്ല. അറക്കൽ മൂപ്പരെന്ന് പറയുന്ന അവര് സൂഫി വര്യനാണ്, മശായിഖിന്റെ വഴിയിലുള്ള ആളാണ്. അവരിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു ആര്? ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്. അവിടെ പഠിക്കേണ്ട കാര്യം എന്താ? ബഹറുൽ ഉലൂം എന്ന് അവർ പറയുന്നത് ബഹറുൽ ഉലൂമാണ്. അപ്പൊ ഇൽമിന്റെ സമുദ്രമാണ്. ഒന്ന്. രണ്ട്, ഓക്കെ ഉസ്താദിന്റെ നേരെ ഉസ്താദുമാരെന്നെ ഉണ്ട്. സദഖത്തുള്ളോലേര് വലിയ പണ്ഡിതനാണ്, തർക്കല്ല. അങ്ങനെയുള്ള പ്രഗത്ഭരായ ഉസ്താദുമാരും അധ്യാപകരുണ്ട്. അവരുണ്ടായിരിക്കെ തന്നെ അറക്കൽ മൂപ്പരെന്ന് പറയുന്ന അന്നത്തെ സൂഫി മഹാന്മാരിൽപ്പെട്ട മഹാനുമായി ബന്ധപ്പെട്ട് ത്വരീഖത്ത് സ്വീകരിക്കുന്നു. അടപ്പം ചെന്നപ്പം എന്താ പറഞ്ഞേ? ത്വരീഖത്ത് നിങ്ങൾക്ക് തരാനായിട്ടില്ല. ഇതെല്ലാവരും പറഞ്ഞ വാചകല്ലേ. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ശംസു തബറേസ് തങ്ങളെ ഹദ്റത്തിലെത്തിയപ്പോ ഇവിടെ ഇരിക്കാനായിട്ടില്ല, സമയമെടുക്കും, അതിനു മുമ്പ് ചില പണികൾ ചെയ്യേണ്ടതുണ്ട്. പഠിപ്പിക്കുകയാണ്. ഇമാം ഗസാലി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇമാം റാസിയെ പഠിപ്പിക്കുകയാണ്. ഓക്കെ ഉസ്താദ് അത്രയും വലിയ ഇൽമിന്റെ ആളായിട്ട് പോലും നിങ്ങൾ സാഹിദാകണം, സാഹിദാകാനുള്ള പണി പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊണ്ടുവന്ന് ആ അവസ്ഥയിൽ എത്തിച്ച് കൊടുക്കേണ്ടത് കൊടുക്കും. അതെല്ലാ വഴിയിലും അങ്ങനെ തന്നെയാണ്. വിചാരിച്ച് മശായിഖന്മാരെ വഴിയിൽ ഒരാൾ വരുമ്പോൾ തന്നെ ആ ആളാണ് കുത്തുബും കൗസൊക്കെ ആക്കി വിടലാന്നാണ്. വിടാനവർക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ അതിനൊക്കെ അവരുടേതായ തെർത്തീബുകളുണ്ട്. അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ഒരാളവിടെ വരുമ്പോൾ വലിയ മുതലാളിയായിരിക്കും, സമ്പത്തൊന്നുമല്ല എന്ന് അവരെ പ്രായോഗികമായി പഠിപ്പിക്കും. അതൊക്കെ തന്നെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുറത്തിരുന്ന് ഇങ്ങനെ വീക്ഷിച്ചിട്ട് അറിയാത്തത് കൊണ്ടാ. അപ്പൊ സാഹിദാകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ ഷെയ്ഖ്. അപ്പൊ ഓക്കെ ഉസ്താദ് നിങ്ങളെ കൂട്ടത്തിലില്ല എന്ന് ഉറപ്പായി. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഷെയ്ഖ് എന്നാണ്. ഓക്കെ ഉസ്താദിന് ആ വാദല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെക്കാൾ ഉഷാർ ഓക്കെ ഉസ്താദല്ലേ ഇൽമില്. നിങ്ങൾക്ക് എന്നെ അറിയാലോ, അത് നിങ്ങൾക്ക് ആ സാധനം തന്നെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ഓക്കെ ഉസ്താദ് വരെ സൂഫി മശായിഖന്മാരെ സമീപത്ത് ചെന്ന് അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്നു, അവരിൽ നിന്ന് വാങ്ങേണ്ടത് വാങ്ങുന്നു. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പോണ്ടട്ടോ, പോകുന്നതിനേക്കാൾ നല്ലത് കക്കാൻ പോകലാണ്. എന്നിട്ട് സംഘടന ചെന്നിട്ട് കക്കലോണ്ട് കക്കല്, അതല്ലേ പറഞ്ഞു കൊടുക്കണേ. വിചരിച്ചാ മതി, കട്ടാ മതി, ഇതിനേക്കാൾ നല്ലതെന്നല്ലേ. പിന്നെ അതന്നെയല്ലേ നടക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവരുടെ ഒരു അവസ്ഥയാണിത്. മശായിഖിന്റെ വഴിയിലേക്ക് വന്ന ഉലമാഇന്റെ സെമിനാറിൽ പോലും പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ ഉസ്താദിന്റെ വഴി ഇവരെന്നെ അറിയാതെ പറഞ്ഞു പോയി. അത് മശായിഖിന്റെ അടുത്ത് പോയിട്ട് വാങ്ങേണ്ടത് വാങ്ങിയതിനനുസരിച്ച് ജീവിച്ച ആളാണ്.
അതുകൊണ്ടല്ലേ ബഹറുൽ ഉലൂമായത്. വളരെ കൃത്യമല്ലേ നമ്മൾ പറയുന്ന വിഷയം.